السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. എന്തുകൊണ്ടാണ് ഈ സൗഹാർദ്ദം, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രമേൽ വലിയ സംഭവങ്ങളായി നമുക്ക് മൈക്കിലൂടെ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, അത്രമേൽ കൊടും വിഷം നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല എന്ന് നമുക്കറിയാം. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരു തീരുമാനമെടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ബഹുസ്വരതയോടുകൂടി, മതനിരപേക്ഷമായി, സൗഹാർദ്ദത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഇത്രയും കാലം നിലകൊണ്ടതുപോലെ നിലനിൽക്കണമോ, അതോ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ മതത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കാത്ത മതത്തെ രാഷ്ട്രീയ ചട്ടുകങ്ങൾക്ക് വേണ്ടി അധികാര സോപാനങ്ങളിലേക്ക് കയറുവാനുള്ള ഒരു കോണിപ്പടി മാത്രമായി മതത്തെ ചുരുക്കിക്കെട്ടിയ ഏതാനും ചില ആളുകളും കോർപ്പറേറ്റുകളും തമ്മിൽ നടത്തുന്ന ആ ചങ്ങാത്ത മുതലാളിത്തത്തിന് വേണ്ടി, അവനവൻ്റെ പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ വർഗീയമായി വിഭജിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അവരുടെ കയ്യിൽ ഇനിയും നമ്മുടെ അധികാരം കൊണ്ടുകൊടുക്കണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറച്ചിലായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്രാവശ്യത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ജാഗ്രതയോടുകൂടി, സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെയാണ് അല്പം വാശിയും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുവാനുള്ള ഒരു ആവേശവും ഒക്കെ കാണിക്കാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം നമ്മളെല്ലാ ബൂത്തുകളിലും കണ്ട ഒരു കാഴ്ച, വൈകുന്നേരം 6 മണിയായിട്ടും നീണ്ട ക്യൂ ഉണ്ടായിരുന്നുവെന്നാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോയ എൻ്റെ ബൂത്തിലും അത് കണ്ടു. ഏകദേശം രാത്രി 7:30-8 മണിയോടുകൂടിയാണ് അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ വോട്ട് ചെയ്ത് പോകുവാൻ സാധ്യമായത്. അത് അവിടെയുള്ള കാര്യം മാത്രമല്ല, വാർത്തകൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പക്ഷേ വിധി വൈപരീതമെന്ന് പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പോളിംഗ് ശതമാനം കുറവാണ് എന്നാണ് പത്രങ്ങളിലൂടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ അത് പുറത്തേക്ക് വന്നേക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ശതമാനം കൂട്ടുമ്പോൾ ഒരു പക്ഷേ കുറഞ്ഞു പോയേക്കാം. ശതമാനം എന്ന് പറയുന്നത് മൊത്തം വോട്ടിൻ്റെ ശതമാനമാണ് നമ്മൾ പലപ്പോഴും നോക്കാറുള്ളത്. എന്നാൽ മൊത്തം വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ലക്ഷക്കണക്കിന് വോട്ടർമാർ ഇരട്ട വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ, മറ്റൊരു സ്ഥലത്ത് വോട്ട് വെറുതെ കിടക്കും. അതിൻ്റെ എണ്ണം കൂടി മൊത്തം നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതിന് ശതമാനത്തിൽ കുറവുണ്ടായേക്കാം.
എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുതിയ കുറേ വോട്ടർമാരുണ്ടായിരിക്കുന്നു. എന്തായിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ ഒരു ആവേശം ജനങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം ഈ രാജ്യം ഇന്ത്യ രാജ്യമായി നിലനിൽക്കണം. ഇവിടെ വിദ്വേഷവും വിഭാഗീയതയും വർഗീയതയും ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഏതൊക്കെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എങ്കിലും അവരെല്ലാം തന്നെ മതപരമായി പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ തന്നെ മനുഷ്യൻ എന്ന നിലക്ക് ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് കേരളത്തിലെ ജനത എന്ന് പറയുന്നത്. മതത്തിൽ വ്യത്യാസമുണ്ടാകാം. ഇപ്പൊ നമ്മൾ ഈ റോട്ടിലൂടെ ഒരാൾ ബൈക്ക് ഓടിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ബൈക്ക് ഓടിച്ചു പോയി തൊട്ടപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. കടയിൽ നിന്ന് നമ്മളെല്ലാവരും ഓടി വരുമ്പോൾ അയാൾ വീണ് കിടക്കുകയാണ്. രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. നമ്മൾ ഓടിച്ചെല്ലുന്ന നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് തപ്പി അതിൽ നിന്ന് പേഴ്സ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് പരിശോധിച്ച് അദ്ദേഹം ഏത് ജാതിയാണ് ഏത് മതമാണ് എന്ന് നോക്കിക്കൊണ്ടല്ലല്ലോ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടു പോവുക, അദ്ദേഹത്തിന് ബ്ലഡ് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ആ മരുന്ന് വാങ്ങിക്കൊടുക്കുക, അതിൻ്റെ ബില്ലടക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്ന അർത്ഥത്തിലാണ്. എന്താണ് മനുഷ്യൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പച്ചക്കരളുള്ള ഒരു ജീവിയാണെങ്കിലും അതിനോട് പോലും നിങ്ങൾ കാരുണ്യം കാണിക്കണം എന്നാണ്. അങ്ങനെയുള്ള പച്ചക്കരളുള്ള ജീവികളോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ അനുയായികൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, മാനുഷികമായ പ്രയാസങ്ങളിൽ അത് നീക്കിക്കൊടുക്കുന്നതിൽ ഇടപെടാൻ മറ്റൊരു കാര്യം നോക്കേണ്ടതേയില്ല. മതപരമായ വിശ്വാസങ്ങൾ അവനവൻ്റെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു രാജ്യം എന്ന നിലക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഇതൊരു ഉട്ടോപ്പിയല്ല, ഇത് എഴുതി വച്ച വാചകങ്ങളല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗതലത്തിൽ കൊണ്ടുവന്ന ഒരു വലിയ ആശയമാണിത് എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മക്കയിൽ നിന്ന് പ്രവാചകനും അനുയായികളും അവിടെയുള്ള മുശ്രിക്കുകളിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ നിൽക്കക്കില്ലാതെ വന്നപ്പോൾ അവസാനം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരവിടെ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഹിജ്റ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വെടിഞ്ഞു പോവുക എന്നതാണ്, എല്ലാം ഒഴിവാക്കി പോവുക എന്നതാണ്. അതുവരെയുള്ള അവരുടെ സ്വത്തും ഭൂമിയും വീടും കൃഷിയും എല്ലാം തന്നെ ഒഴിവാക്കി മറ്റാർക്കോ ഇട്ടെറിഞ്ഞുകൊണ്ട് ഒന്നുമില്ലാതെ ഇറങ്ങി നടക്കുന്നതിൻ്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്, പലായനം എന്ന് പറയുന്നത്. അങ്ങനെ പലായനം ചെയ്ത് മദീനയിൽ വന്ന് അവിടെ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അവിടെ ഇസ്ലാമികമായ വളർച്ചയുണ്ടായി. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരെ വരുന്നത് നമുക്കറിയാം. അവിടെ സ്വാധീനം കിട്ടുന്ന അവസ്ഥ വരെ വരുന്നത് അറിയാം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കരാർ ഉണ്ടാക്കുകയാണ്. ആരുമായിട്ടാണ് കരാറ്? അവിടെയുള്ള ജൂതന്മാരുമായിട്ടാണ് കരാർ. ജൂതമതവും ഇസ്ലാം മതവും രണ്ട് പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട് പോകുന്ന മതങ്ങളാണ്. പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന കരാർ എന്താ? പ്രവാചകൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം, ഞാൻ എൻ്റെ മതമനുസരിച്ചു കൊണ്ടും ജീവിക്കും, അത് പ്രബോധനം ചെയ്യും. എന്നാൽ ഈ മദീനയാകുന്ന പട്ടണത്തെ, ഈ മദീനയാകുന്ന രാജ്യത്തെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിച്ചാൽ, ഈ രാജ്യത്തെ ആരെങ്കിലും തൊട്ടുകളിച്ചാൽ, ഏതെങ്കിലും ശത്രുക്കൾ ഇതിനെ വളഞ്ഞാൽ, അവർ യുദ്ധത്തിന് വേണ്ടി വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി അവരോട് പോരാടും. ഈ രാജ്യത്തിൻ്റെ മണ്ണ് ഒരിക്കലും അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയില്ല. അവിടെ മുസ്ലിമെന്നോ ജൂതനെന്നോ വ്യത്യാസം നമ്മൾ കാണുകയില്ല. നമ്മൾ ഒന്നിച്ചു നിൽക്കും, ശത്രുവിനോട് പോരാടും. ഈ രാജ്യത്തിന് ഒരു കോട്ട കണക്കെ, മനുഷ്യ കോട്ട കണക്കെ നമ്മൾ ഒന്നിച്ചു നിൽക്കും എന്ന് പ്രവാചകൻ അവരോടുണ്ടാക്കിയ കരാറ്. ആ കരാറുമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയത്. സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ഒരു ബഹുസ്വരതയുള്ള രാജ്യമാണ്. കേരളത്തിലുള്ള ഭാഷയല്ല തമിഴ്നാട്ടിലുള്ളത്, തമിഴ്നാട്ടിലുള്ള ഭക്ഷണമല്ല കർണാടകയിലുള്ളത്, കർണാടകയിലുള്ള വേഷമല്ല തെലുങ്ക് ദേശത്തുള്ളത്, അവിടെയുള്ള സംസ്കാരമല്ല നമ്മൾ ഉത്തർപ്രദേശിലേക്ക് പോയാൽ കാണുക, അവിടെയുള്ള കാലാവസ്ഥയല്ല അങ്ങ് ഡൽഹിയിലേക്ക് എത്തിയാൽ നമുക്ക് കാണാൻ കഴിയുക. അത്രമേൽ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു നാട്ടിലാണ്, ഒരു രാജ്യത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങളും ധാരകളും ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യ അങ്ങനെ തന്നെ നിലനിൽക്കുക എന്നത് ഇന്ത്യക്കാരായ എല്ലാവരുടെയും ആവശ്യമാണ്. എങ്കിലേ നമുക്ക് ഇവിടെ നല്ല നിലക്ക് കച്ചവടം നടത്താൻ കഴിയുള്ളൂ, കൃഷി ചെയ്യാൻ കഴിയുള്ളൂ, നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റു കുടുംബകാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, നമ്മുടെ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനമുള്ള നാട് വളരെ പ്രധാനമാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതുപോലെ ഈ നാടുണ്ടെങ്കിലേ, ഈ നാട്ടിൽ സമാധാനമുണ്ടെങ്കിലേ നമുക്കെല്ലാവർക്കും സ്വസ്ഥമായി ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ അത് പൊളിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ ആ വിഭാഗീയമായി വർഗീയമായി ചേരിതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള ഈ പ്രദേശങ്ങൾ വളരെ അത്ഭുതമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള ഈ സൗഹാർദ്ദവും കാര്യങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നാട്ടിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ നമ്മളെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു കാര്യത്തിലും നമ്മളാരും കക്ഷികളാകരുത്. അത് ഹിന്ദുവാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കക്ഷിയാകരുത്. അങ്ങനെ കക്ഷിയാകുമ്പോഴാണ് അതിനാണ് വർഗീയത എന്ന് പറയാം. സത്യമോ നീതിയോ ഒന്നും നോക്കാതെ എൻ്റെ പാർട്ടി എന്ത് ചെയ്താലും ഞാൻ ന്യായീകരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു കവർച്ച നടന്നു എന്ന് കരുതുക. ആ കവർച്ച നടന്നത് ഒരു മുസ്ലിം പേരുള്ളവനാണ് എങ്കിൽ എന്നാൽ പിന്നെ അവനെ സംരക്ഷിക്കുക, മുസ്ലിങ്ങളൊക്കെ അവൻ്റെ പിന്നാലെ കൂടി സംരക്ഷിക്കുക. അതിൻ്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത്. മോഷണം നടത്തിയത് തെറ്റാണ്, അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനതിന് കൃത്യമായ ശിക്ഷ കിട്ടിയിരിക്കണം. അവന് ഏത് ജാതിയായിട്ടും കാര്യമില്ല, മതമായിട്ടും കാര്യമില്ല. അതിനോട് യാതൊരു പക്ഷപാത കാര്യവും നമ്മൾ കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും നമ്മളാളാണെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതല്ല, തെറ്റിനെ തെറ്റായി കാണുക. അതേത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അവരെ മാറ്റി നിർത്തുക, നന്മയുടെ പക്ഷത്ത് എല്ലാവരും ചേർന്ന് നിൽക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ വർഗീയത തലപൊക്കുകയില്ല, വിഭാഗീയത ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം പകുതിയാണ്. പകുതി എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ഇവിടെയുള്ള ക്രൈസ്തവരും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും മറ്റു ചെറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളുമാണ്. മറ്റൊന്ന് ഹൈന്ദവ സുഹൃത്തുക്കളാണ്. ഇതൊക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുക. പക്ഷെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി എല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, 2-3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇവിടെ വരികയുണ്ടായി. കേരള സ്റ്റോറി എന്നാണ് ആ സിനിമയുടെ പേര്. എന്താണ് ആ സിനിമയുടെ പ്രമേയം? 32,000-ഓളം ആളുകളെ ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തി അങ്ങനെയുള്ള പെൺകുട്ടികളെ ആ ആൺകുട്ടികൾ വശത്താക്കി അവരെ സിറിയയിലും മറ്റും കൊണ്ടുപോയി അവിടെ കൊലക്ക് കൊടുത്തിട്ടുണ്ട്, അവരെ ഷഹീദാക്കിയിട്ടുണ്ട് എന്ന ഒരു വലിയ ബോംബ്, നുണബോംബാണ് ഇവിടെ പൊട്ടിച്ചത്. കേരളത്തിനെ മൊത്തം താറടിക്കുന്ന ഒരു സിനിമയാണത്, ഒരു ചലച്ചിത്രമാണത്. ഇതിനോട് കേരള സമൂഹം ഒന്നിച്ചു പ്രതികരിച്ചു. എവിടെയാണത്? ഈ 32,000 ആളുകൾ എവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത്. അവരുടെ പേര് നിങ്ങൾക്ക് പുറത്തു വിടാൻ കഴിയോ എന്ന് ചോദിച്ചു, മാധ്യമങ്ങൾ ചോദിച്ചു, എല്ലാവരും അന്വേഷിച്ചു. അവസാനം ആ പോസ്റ്റ് ഇട്ട് വന്ന ആളുകളും അതിൻ്റെ പ്രമേയം എഴുതിയ ആളുകളും പറയേണ്ടി വന്നു, ഇല്ല 32,000 എന്നത് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയേണ്ടി വന്നു. അവസാനം കണക്ക് കൂട്ടി പിന്നെ 2 പേരുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് രണ്ട് പേരെ വെച്ച് പറയുകയാണ് ഈ രീതിയിൽ. എന്തൊക്കെ തെറ്റുകളും തിന്മകളും നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വാർത്ത കേട്ടപ്പോൾ കേട്ടൊരു കാര്യം വളരെ ഹൃദയം പടഞ്ഞു പോയി. കണ്ടപ്പോൾ കോഴിക്കോട് രാവിലെ 10 മണി സമയത്താണ് കോഴിക്കോട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. അത് ആ വാർത്ത വായിക്കുന്ന അതേ വാർത്താവതാരകൻ തന്നെ ഉടനെ വായിക്കുന്നത് കൊച്ചിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തി എന്നാണ്. അതേ ശ്വാസത്തിൽ തന്നെ വായിക്കുന്നത് കോട്ടയത്ത് പാലയിൽ മറ്റൊരാളെ ഇതുപോലെ തന്നെ കഴുത്തറുത്തു കൊന്നുവെന്നാണ്. 3 കൊലപാതകങ്ങൾ, 3 നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ നടന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെച്ചുകൊണ്ട് ആ കൊലപാതകം നടത്തിയ ആളുകളെ പിടിച്ചിട്ട് അവരെ സർട്ടിഫിക്കറ്റ് നോക്കി, അവൻ്റെ പേര് നോക്കിയിട്ട്, അവരെ മതം ഏതാണെന്ന് നോക്കിയിട്ട് ഈ മതത്തിൻ്റെ പെട്ട ആളുകളൊക്കെ കൊലപാതകികളാണ്, കുത്തിക്കൊല്ലുന്നവരാണ് എന്ന് പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? തിന്മകൾ, തെറ്റുകൾ, അധർമ്മങ്ങൾ ചെയ്യുന്നത് ഏത് സമുദായത്തിൻ്റെ പേരിലുള്ള ആളുകളുണ്ടാവും. അത് ആ സമുദായത്തിലേക്ക് ഒരിക്കലും കെട്ടിവെക്കാൻ പാടില്ല.
ഒരു സന്തോഷമുള്ള ഒരു വാർത്ത അതിൻ്റെ പിറ്റാലെ തന്നെ കാണാൻ പറ്റി. ഫാദർ ജോസഫ് പാംബ്ലാനി എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു സഭയുടെ മേലധ്യക്ഷനാണ്, മതമേലധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടു. അദ്ദേഹം അതിൽ പറയുന്നത് അവരുടെ സമൂഹത്തോട് പ്രസംഗിക്കുകയാണ്, അവരുടെ പെൺകുട്ടികളോട് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗത്തിൻ്റെ പ്രമേയം? ഒരിക്കലും തന്നെ നമ്മുടെ പെൺകുട്ടികൾ മറ്റുള്ള ആളുകളുടെ കൂടെ ഒളിച്ചോടാൻ പാടില്ല. എന്നാൽ ഇവിടെ നമ്മുടെ പെൺകുട്ടികളെ മയക്കി കൊണ്ടുപോകുന്നുണ്ട് എന്ന ചില ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവിടെ വിലപ്പോവുകയില്ല. നമ്മുടെ പെൺകുട്ടികൾ അത്ര മോശക്കാരൊന്നുമല്ല, ആരെങ്കിലും വിളിക്കുമ്പോഴേക്ക് പോകുന്നവരൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ് ആരും ഇതിനെ ടാർണിഷ് ചെയ്യേണ്ടതില്ല എന്ന് ശക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇവിടെ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത് അതിന് കണ്ണും മൂക്കൊന്നുമില്ല. അത് എല്ലാ വിഭാഗത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു മതം ഒരു വിഭാഗം പ്രത്യേകം ക്ലാസ് എടുത്ത് അവനെ പോയി പ്രേമിക്കണം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലാതെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത് എന്താ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പല പേരിട്ടിരിക്കുന്നത് ലവ് ജിഹാദ് എന്നാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഐസും തീക്കട്ടയും ഒരുമിച്ച് ചേരുമോ? ഒരിക്കലുമില്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളാണ്. ഇവിടെ ലവ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പ്രണയം എന്നാണ്. ഇസ്ലാമിലെ പ്രണയം എവിടെയെന്നറിയോ? വിവാഹത്തിന് ശേഷമേ പ്രണയമുള്ളൂ. വിവാഹത്തിന് മുമ്പ് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ മുസ്ലിമായ പെണ്ണിനെ പോലും എന്ത് ചെയ്യാൻ പാടില്ല? രണ്ടാമത്തെ ഒരു നോട്ടം നോക്കാൻ പാടില്ല എന്നാണ്. ഒരു നോട്ടം നോക്കാം, അത് മനുഷ്യൻ നിലക്ക് നോക്കിപ്പോവും. രണ്ടാമത് എന്ത് ചെയ്യാൻ പാടില്ല? മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായ ഒരു പെൺകുട്ടിയെ രണ്ടാമത് തുറിച്ചു നോക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പിന്നെ എങ്ങനെ വേറൊരു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിനെ നോക്കാൻ പറ്റുമെന്ന് പറയുന്നത്? അവളെ സ്പർശിക്കാൻ പാടില്ല. ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ തൊട്ടാൽ അതിൻ്റെ വിധി എന്താണെന്നറിയോ? ഇരുമ്പിൻ്റെ ആണി നെറ്റിയിൽ അടിച്ചു കയറ്റുന്നതാണ് അതിനേക്കാൾ നിനക്ക് നല്ലത് എന്നാണ്. അത് സ്വന്തം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അന്യരാണ് എങ്കിൽ അത് നിക്കാഹിലൂടെ വിവാഹത്തിലൂടെ മാത്രമേ അവളെ സ്പർശിക്കാൻ പറ്റുകയുള്ളൂ, അവളെ നോക്കാൻ പാടുകയുള്ളൂ, അവളോട് ആ നിനക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് വിവാഹത്തിന് ശേഷമാണ് പ്രണയം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ മറ്റു മതവിഭാഗങ്ങളെ പ്രണയിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊന്നും ഒരിക്കലും തന്നെ ശരിയല്ല. ഇങ്ങനെ ഈ കളവുകൾ പ്രചരിപ്പിച്ച് ഇരു സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് ഈ വോട്ട് വാങ്ങുന്നതിന് വേണ്ടി, ആ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമാക്കി അധികാരത്തിൽ കയറുന്നതിന് വേണ്ടി മതങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ ന്യൂനപക്ഷമാണ്. അവരെ മാറ്റി നിർത്തി നമുക്കൊന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ സൗഹാർദ്ദം ഇവിടെ നിലനിർത്താൻ കഴിയണം. അപ്പോൾ ഈ സമകാലിക സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാർത്തകളിൽ നമ്മൾ വഞ്ചിതരാകാതെ ഈ സമാധാനവും സൗഹാർദ്ദവും നമ്മൾ ഒരു സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം എന്ന് മാത്രം ഈ പ്രഭാഷണത്തിൻ്റെ ആമുഖമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമസ്കാര ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ സമയത്ത് സംസാരിച്ച് വെച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. സമകാലിക സംഭവങ്ങളാണ് എൻ്റെ വിഷയത്തിൽ ഒന്നാമതായി നിങ്ങളോട് പരാമർശിക്കേണ്ടിയിരുന്നത്. അതിലേറ്റവും പ്രധാനമായി ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമ്മളെ ഭിന്നിപ്പിക്കാൻ, ശിഥിലീകരിക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കരുത്. രണ്ടാമതായി, ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടണം. പലപ്പോഴും പ്രശ്നങ്ങളെപ്പറ്റി പറയാൻ ഒരുപാട് ആളുകളുണ്ട്. പത്രങ്ങൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റോറിയൽ വായിച്ചാൽ നാട്ടിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അവർ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ വൈകുന്നേരം ചാനലുകളിൽ ചർച്ചകൾ നടക്കും. അതുപോലെ നമ്മുടെ ഷോപ്പുകളിൽ, അങ്ങാടികളിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വല്ലാതെ തർക്കിച്ച് സംസാരിക്കും. അങ്ങനെ നമ്മുടെ സമൂഹം വളരെ മോശമാണ്, കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്താണ് ഇതിന് പരിഹാരം? ആ പരിഹാരത്തെ സംബന്ധിച്ച് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ
ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ വരുന്ന മെയ് 5-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഫാമിലി കോൺഫറൻസ് അങ്ങനെയുള്ള ഒരു പ്രശ്ന പരിഹാരത്തിൻ്റെ സമ്മേളനമാണ്. അതിൻ്റെ പ്രചാരണാർത്ഥം കൂടിയാണ് ഇന്ന് ഈ കണ്ടോത്തുപാറയിൽ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. പല കോൺഫറൻസുകളും നമുക്ക് പരിചിതമുണ്ടായിരിക്കും. ഫാമിലി കോൺഫറൻസ്, കുടുംബ സമ്മേളനം എന്ന് പേരിടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബത്തെ തന്നെ നേരിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒട്ടനവധി വിഷയങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പരിഹരിക്കപ്പെടണം എന്നതുകൊണ്ട് തന്നെയാണ് കുടുംബ സമ്മേളനം എന്ന് ഫാമിലി കോൺഫറൻസ് എന്നതിന് നാമധേയം ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ കുടുംബത്തെ ഇല്ലാതാക്കിയാൽ മതി. കുടുംബത്തെ ഇല്ലാതാക്കാൻ കുടുംബത്തിൻ്റെ പ്രവേശന കവാടമായ വിവാഹത്തെ തകർത്താൽ മാത്രം മതി. വിവാഹത്തെ തകർക്കാൻ വിവാഹ കാഴ്ചപ്പാടുകളെ അട്ടിമറിച്ചാൽ മതി. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരു വീട് തകർക്കണമെങ്കിൽ അതിൻ്റെ പടിപ്പുര തകർത്താൽ മതി. ആ പടിപ്പുര എന്ന് പറയുന്നത് വിവാഹമാണ്. കുടുംബത്തിൻ്റെ പടിപ്പുര വിവാഹമാണ്. വിവാഹം നടക്കുന്നത് സ്ത്രീ പുരുഷന്മാർ തമ്മിലാണ്. എന്നാൽ ഇന്ന് അതിലൊക്കെ നമ്മുടെ പുതിയ ജനറേഷൻ്റെ മുന്നിൽ തെറ്റായ കുറേ ആശയങ്ങൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. വിവാഹമെന്ന് പറയുന്നത് ആവശ്യമേ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന ഒരു പാട്ട് തന്നെ യുവാക്കൾക്കിടയിൽ സുപരിചിതമാണ്. ഇവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും ഒന്നും കല്യാണം കഴിച്ചിട്ടല്ല അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. പിന്നെ മനുഷ്യർക്ക് മാത്രം എന്തിനാണ് വിവാഹം, എന്തിനാണ് കല്യാണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും ഇപ്പോൾ മുന്നോട്ട് പോയി ഇപ്പോൾ എത്തി നിൽക്കുന്നത്, വിവാഹമെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ നടക്കേണ്ടതല്ല. അത് സ്ത്രീയും സ്ത്രീയും തമ്മിലാകാം, പുരുഷനും പുരുഷനും തമ്മിലാകാം, ആര് തമ്മിലും വിവാഹമാകാം, ജീവിതമാകാം, ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തെറ്റായ ആശയങ്ങളാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ പുതിയ തലമുറകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട് നിന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളെ പത്രമാധ്യമങ്ങൾ വളരെ പ്രാധാന്യപൂർവ്വം കൊടുത്തൊരു വാർത്തയാണ് ആണ് പ്രസവിച്ചു എന്ന വാർത്ത. ഒരാണ് പ്രസവിച്ചു എന്ന് കോഴിക്കോട്. എങ്ങനെയാണ് പ്രസവിക്കുക? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയും പുരുഷനുമാണ്. അതിൽ സ്ത്രീ ആയ ആള് എന്ത് ചെയ്തു? അവരുടെ സ്ഥലമൊക്കെ കട്ട് ചെയ്ത് അവർ പുരുഷനാണ് എന്ന് വാദിച്ച് അവർ പുരുഷനായി പേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. എന്നിട്ട് അവനും അവളും ഒരു പുരുഷനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറായി. എന്നിട്ട് അവരുടെ ഭാഷ്യത്തിൽ 2 പുരുഷന്മാർ ഒന്നിച്ച് ജീവിക്കുന്നുവെന്നാണ്. അങ്ങനെ 2 പുരുഷന്മാർ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാൾ പ്രസവിക്കാൻ പാടില്ലല്ലോ. പക്ഷേ സ്ഥലം മാത്രമേ അവർ ഒഴിവാക്കിയിരുന്നതുള്ളൂ. അവരുടെ ലൈംഗികാവയവങ്ങളും അവരുടെ ഗർഭപാത്രവും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവൾ ഗർഭിണിയായപ്പോൾ അത് അവസാനം പ്രസവിച്ചപ്പോൾ ശരിക്കും മാനക്കേടാണ്. കാരണം എന്താ, ആണായി ഐഡൻറ്റിഫൈ ചെയ്ത ഒരാൾ പിന്നെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ശരിക്ക് വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം പിന്നെ വീണത് വിദ്യയാക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? ആണ് പ്രസവിച്ചു എന്നാക്കി. അത് അവർക്ക് പറയാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇവിടെയുള്ള മുഖ്യധാരാ ചാനലുകളും പത്രങ്ങളും ഒക്കെ അത് അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതാ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തയാക്കിയത് യൂറോപ്പിലല്ല, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് പട്ടണത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര മേൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ സാമൂഹ്യ ബോധത്തെ, പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ധാർമ്മിക ബോധത്തെ. എന്നിട്ട് അതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു പുതിയ ആക്ടിവിസം തന്നെ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. LGBTQA+++ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എന്താ എൽ എന്ന് പറഞ്ഞാൽ? ലെസ്ബിയൻ എന്നാണ് അർത്ഥം. അഥവാ പെണ്ണും സ്ത്രീയും തമ്മിലുള്ള രതിയാണത്. ജി എന്ന് പറഞ്ഞാൽ ഗേ എന്നാണ് അർത്ഥം. ആണും തമ്മിലുള്ള ജീവിതം. അങ്ങനെ ഓരോ അക്ഷരത്തിനും ഓരോ വിശദീകരണങ്ങളുണ്ട്. ഇനി വിവാഹം എന്ന് പറഞ്ഞാൽ ആര് തമ്മിലും ആകാം എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ. എന്നിട്ട് അതിന് പറയുന്നത് എന്താ? അതിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്,
ആണിൻ്റെ ശരീരം എന്നാൽ പെണ്ണിൻ്റെ മനസ്സ്, പെണ്ണിൻ്റെ ശരീരം ആണിൻ്റെ മനസ്സ്, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവർ ന്യൂനപക്ഷമാണ്, അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുള്ളത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു വസ്തുതയാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതിനെ നമ്മൾ ആരും നിഷേധിക്കണില്ല. എന്നാൽ അവർക്കുള്ള ചികിത്സ എന്താ? അവരുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് അവരുടെ ശരീരത്തെ പരിവർത്തിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതി ആണിൻ്റെ പ്രകൃതിയാണ് എങ്കിൽ അവരുടെ മനസ്സ് കൗൺസിലിങ്ങിലൂടെയും മരുന്നിലൂടെയും മറ്റു മെഡിസിനുകളിലൂടെയും ഒക്കെ അവരെ മനസ്സിനെ ആ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവരോട് ചെയ്യേണ്ടുന്ന കാരുണ്യം എന്ന് പറയുന്നത്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ LGBTQ ആക്ടിവിസത്തിൻ്റെ ആളുകൾ ചെയ്യുന്നത് എന്താ അറിയോ? അവരുടെ മനസ്സിൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അവരെ ശസ്ത്രക്രിയയിലൂടെ ഒരു സ്ത്രീയാക്കി മാറ്റി അവരുടെ ലൈംഗികാവയവങ്ങളൊക്കെ മാറ്റി കൃത്രിമമായി വെച്ച് പെണ്ണിൻ്റെ അവയവങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവനെ പെണ്ണാക്കി മാറ്റുക, മനസ്സിനനുസരിച്ച് മാറ്റുകയാണ്. അങ്ങനെ ചെയ്ത ശസ്ത്രക്രിയകളൊക്കെ പരാജയങ്ങളാണ്. അത് ചെയ്ത ആളുകൾ മീഡിയക്ക് മുമ്പിൽ വന്നുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, മൂത്രമൊഴിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മാനസിക സംഘർഷം അനുഭവിച്ച് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ട്രാൻസ്ജെൻഡേഴ്സിനെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ രീതിയിലല്ല എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽപ്പെട്ട വേറൊരു വിഭാഗമാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ഇന്റർസെക്സ് എന്ന് പറയുന്നത് ജന്മനാൽ തന്നെ ഇവരുടെ ലൈംഗിക അവയവങ്ങൾ ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ. അത് അപൂർവം കേസ് ഉണ്ടാകാം, അതുള്ളതാണ്, ആരും നിഷേധിക്കുന്നില്ല. അതിനെന്താ പരിഹാരം? അവർ വളർന്നു വരുമ്പോൾ, മുതിർന്നു വരുമ്പോൾ പെണ്ണാണ് സ്ത്രീയാണ് എങ്കിൽ അവരുടെ ശരീരത്തിലെ മറ്റു കോശങ്ങളും അസ്ഥിയും എല്ലാം പരിശോധിച്ചാൽ തന്നെ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലാവും. അത് കുറച്ച് വലുതായി വരുമ്പോൾ സ്ത്രീയാണ് എങ്കിൽ അവർക്ക് മെൻസസിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കും. അപ്പോൾ അത് സ്ത്രീയാണെന്ന് ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് ആ സ്ത്രീക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അതിന് ചെറിയ ശസ്ത്രക്രിയകൾ വേണമെങ്കിൽ വരുത്തുകയും ചെയ്തുകൊണ്ട് അവരുടെ അസ്തിത്വത്തിലേക്ക് അവരെ കൊണ്ടുപോകും. അവിടെയാണ് ശസ്ത്രക്രിയ അനുവദിച്ചിട്ടുള്ളത്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവർ സ്ത്രീയല്ല പുരുഷനാണ് എന്നാണ് കുറച്ച് വളർന്നപ്പോൾ മനസ്സിലാകുന്നത് എങ്കിൽ അവർക്ക് പുരുഷനായി ജീവിക്കാനുള്ള ശസ്ത്രക്രിയ അവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ശസ്ത്രക്രിയ അനുവദിച്ചിരിക്കുന്നത് ഇന്റർസെക്സിൻ്റെ കാര്യത്തിലാണ്, ഒരിക്കലും ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യത്തിലല്ല. ഈ ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സും എന്ന് പറയുന്ന ജെനുവിനായ രണ്ട് വിഭാഗങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. അവരെ കൈകാര്യം ചെയ്യേണ്ട രീതി ഒരിക്കലും തന്നെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് അവരെ തള്ളിവിടുകയല്ല ചെയ്യേണ്ടത്, അവരെ കൂട്ടിപ്പിടിക്കുകയാണ് വേണ്ടത്. അതിലാർക്കും തർക്കമില്ല. പക്ഷേ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന മൂവ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ, ഇവരുടെ പ്രശ്നത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആ അക്ഷരത്തിൻ്റെ കൂടെ എല്ലും ജിയും ബിയും എയും ഒക്കെ ഒരുമിച്ച് ചേർക്കുകയാണ്. എന്നിട്ട് ആണും തമ്മിലും പെണ്ണും തമ്മിലും ഒക്കെ ഒരുമിച്ച് ജീവിക്കാം, കല്യാണം നടത്താം എന്നൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്വവർഗരതി എന്ന് പറയാ. ഈ സ്വവർഗരതി വൈദ്യശാസ്ത്രപരമായും അതുപോലെ തന്നെ ധാർമ്മികമായും ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ അത് തീർത്തും പ്രകൃതി വിരുദ്ധമാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായ എയ്ഡ്സ്, അതുപോലെ തന്നെ ഗുഹ്യരോഗങ്ങള്, ലൈംഗിക രോഗങ്ങള് എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് സ്വവർഗരതിയാണ് എന്നത് കണക്കുകൾ കൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ ലൈംഗിക രോഗങ്ങളിലേക്ക്, സിഫിലിസിലേക്ക്, ഗുണേറിയയിലേക്ക്, എയ്ഡ്സിലേക്ക് ആളുകളെ കൂട്ടത്തോടുകൂടി തള്ളിവിടുന്ന ഈ സ്വവർഗരതിക്ക് പിൻബലം കൊടുക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിക്കൂടാ എന്ന് പറയേണ്ടത് ഇവിടെ മുസ്ലിമീങ്ങളുടെ മാത്രം കടമയല്ല. ഇവിടെയുള്ള മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അഥവാ കുടുംബമായി ജീവിക്കുന്ന എല്ലാവരും ഒന്നിച്ച് ബോധവൽക്കരിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. അങ്ങനെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കിക്കളയുന്ന ഇത്തരം കാഴ്ചപ്പാടുകളെ തിരുത്തി കുറിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ പുതിയ ജനറേഷന്റെ അവസ്ഥ എന്താ? സ്വഭാവം മാറിയിട്ടില്ലേ? ആണ് പെണ്ണ് എന്ന വ്യത്യാസം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രക്ഷിതാക്കൾക്കൊന്നും വിവാഹം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം വരുന്നില്ല. കാര്യം എന്താ? വിവാഹത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അവർ തന്നെ സ്വയം തീരുമാനിച്ചു വരികയാണ്, ഞാൻ ഇന്ന ആളെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് നമ്മുടെ വീടിനും നമ്മുടെ നാടിനും നമ്മുടെ സംസ്കാരത്തിനും ഒന്നും പറ്റുന്നില്ല എങ്കിലും അതിന് നിന്നു കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ് ഇന്ന് രക്ഷിതാക്കൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ അവർ പറയുന്നതിൻ്റെ കൂടെ ഒഴുകിക്കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങൾ
കോളേജുകൾ, അതൊക്കെ ഉള്ള സ്ഥലങ്ങൾ പോയി നോക്കൂ നിങ്ങൾ. അതിൻ്റെ ബസ് സ്റ്റോപ്പുകളിൽ ഒരു മാന്യനായ മനുഷ്യന് ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പണ്ടൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്തമായി നിന്ന് അവർ വ്യത്യസ്തമായ ബസ്സുകളിൽ കയറി പോയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ബസ് സ്റ്റോപ്പുകളിൽ കൂട്ടം കൂടി വന്നിരുന്ന് അവനവൻ്റെ നാട്ടിലേക്കുള്ള ബസ് വന്നാലും കുട്ടികൾ കയറി പോകുന്നില്ല, അവിടെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ടോ ആണിൻ്റെ മടിയിൽ പെണ്ണ് കിടക്കുന്നു, പെണ്ണിൻ്റെ മടിയിൽ ആണ് കിടക്കുന്നു, അവരുടെ മടിയിൽ ഒന്നിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, എല്ലാം ബസ് സ്റ്റോപ്പുകളിൽ വെച്ച് ചെയ്യുന്നു. ആരും കണ്ടാൽ ഒരു ഉളുപ്പുമില്ലാത്ത ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആരെങ്കിലും അത് മോളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നൊന്ന് പറഞ്ഞാൽ പറയുന്നവനാണ് കുറ്റക്കാരൻ. അധ്യാപകരായ ഞങ്ങൾക്കൊക്കെ അത് നേർക്കുനേർ അനുഭവമുണ്ട്. ഒരു 5 വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന് കോളേജുകളിൽ. കോളേജ് പോകട്ടെ, സ്കൂളുകളിൽ പോലും അതല്ല. എൻ്റെ ഒരു സുഹൃത്തായ അധ്യാപകൻ പറഞ്ഞു, 10ാം ക്ലാസ് +1 +2 സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പെൺകുട്ടിയും ആൺകുട്ടിയും വരാന്തയിൽ വെച്ചുകൊണ്ട് പരസ്പരം ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗം കണ്ടു. അപ്പോൾ ചെന്നിട്ട് മോളെ മക്കളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടി തിരിഞ്ഞ് എന്ന് ചോദിക്കണെന്ത്, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് തമ്മിൽ എന്താ കെട്ടിപ്പിടിക്കുമ്പോഴേക്കിന് കുഴപ്പമെന്താ? അത് മാഷ കണ്ണിനാണ് കുഴപ്പം, നിങ്ങളെ നോട്ടത്തിനാണ് കുഴപ്പം, ഞങ്ങൾ മറ്റെന്തോ ചെയ്യുന്നു എന്ന് നിങ്ങൾ ഊഹിച്ചതാണ് എന്ന് പറഞ്ഞ് താൻ പഠിപ്പിക്കുന്ന കുട്ടി അധ്യാപകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അങ്ങോട്ട് കയർക്കുകയാണ്. ചെയ്യുന്നതിൽ ഒരു തെറ്റാണെന്ന് തോന്നുന്നില്ലെന്ന് മാത്രമല്ല, അതിൽ നാണമില്ലെന്ന് മാത്രമല്ല, അത് ന്യായീകരിക്കുവാൻ സർവ്വ കഴിവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ നാടുകളിലല്ല, നമ്മുടെ കേരളത്തിലാണ്, മലയാളക്കരയിലാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ മറിച്ചാണ്. എന്താ പരിഹാരം? നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ജീവിതമെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സംസാരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഫാമിലി കോൺഫറൻസുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. 8 ഫാമിലി കോൺഫറൻസുകൾ കേരളത്തിൽ നടന്നു. അതിൻ്റെ തുടക്കം നിലമ്പൂരിൽ നിന്നായിരുന്നു, പിന്നീട് പാലക്കാട് നടന്നു, കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ നടന്നു, അതുപോലെ തന്നെ തൃശ്ശൂർ ചാവക്കാട് വെച്ചുകൊണ്ട് നടന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ മലപ്പുറത്ത് നടന്നു, കോട്ടക്കലിൽ നടന്നു. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ് ഇതാ റമദാനിന് ശേഷം വീണ്ടും അതിൻ്റെ തുടർച്ചയിലേക്ക് പോവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ കുവൈത്തിൽ നടന്നു, അതുപോലെ തന്നെ ഖത്തറിൽ വെച്ച് നടന്നു. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന മെയ് 4-ാം തീയതി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നടക്കാൻ പോവുകയാണ്. അതിന് തൊട്ടടുത്ത ദിവസമായ മെയ് 5-ാം തീയതി നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ആസ്ഥാനത്ത് അവിടെ കടപ്പുറത്ത് വെച്ചുകൊണ്ട് അതിവിപുലമായ രീതിയിൽ നടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രചാരണാർത്ഥം കൂടിയാണ് ഈ കണ്ടോത്തുപാറയിൽ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെയും കൂട്ടി, പ്രത്യേകിച്ച് ഡിഗ്രിക്ക് പഠിക്കുന്ന, +2 പഠിക്കുന്ന കുട്ടികളെയും കൂട്ടി നിങ്ങൾ ആ സമ്മേളനത്തിന് വരണം. ആ സമ്മേളനം വിജയിപ്പിക്കാനല്ല, അത് വിജയിച്ചുകൊള്ളും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെയും അതിന് ആളുകളുടെ കുറവ് എവിടെയും ഉണ്ടായിട്ടില്ല. എന്തിനാണ് നിങ്ങളോട് വരണമെന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ, നമ്മുടെ ഭാര്യയെ സംരക്ഷിക്കാൻ, നമ്മുടെ ഭർത്താവിനെ സംരക്ഷിക്കുവാൻ ഈ ഇങ്ങനെയുള്ള ഒരു പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ എന്താണ് കുടുംബമെന്ന് പഠിപ്പിക്കാൻ, എന്താണ് വിവാഹമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അതിനെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ മതപരമായ സാമൂഹികമായ തലങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബമാകുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് വരുന്ന വെല്ലുവിളികൾ പരിചയപ്പെടുത്തി കൊടുത്ത് ഈ അപകടത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ആ സമ്മേളനം നമ്മൾ വെച്ചിരിക്കുന്നത്. സിന്തറ്റിക് ലഹരി ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരിക്ക് അടിമയാകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ലഹരിയും അതുപോലെ തന്നെ ഈ പ്രണയവും DJ പാർട്ടികളും ഒരുമിച്ച് കൂടുന്ന രംഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്ത അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരാളെ കീഴിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താ അതിൻ്റെ അർത്ഥം? ഒരാളെ കീഴിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല, അതിന് പല ആളുകളുടെയും കീഴിൽ ഞാൻ നിന്നുകൊള്ളാമെന്നാണ്. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നിന്ന് പോലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താ? കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രത്യേക ആപ്പുകൾ തന്നെ വന്നിട്ടുണ്ട് എന്നാണ്. എന്താ ആപ്പിൻ്റെ സ്വഭാവം? ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു പുരുഷനുമായി, തനിക്കിഷ്ടപ്പെട്ട ഒരു പുരുഷനുമായി കിടപ്പറ പങ്കിടാനുള്ള അവസരം അതിലുണ്ട് എന്നാണ്. ആ ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ സമയമൊക്കെ ലിങ്ക് അടക്കണം കൊടുക്കും. എന്നിട്ട് അവിടെ പോയി വരാം. ഇന്ന് കോളേജുകൾ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ബാംഗ്ലൂരിൽ
വഴുന്നു പോകുന്ന മലയാളികൾ പണ്ടൊക്കെ താമസിച്ചിരുന്നത് ആൺകുട്ടികൾക്ക് വേറെ ഹോസ്റ്റലായിരുന്നു, പെൺകുട്ടികൾക്ക് വേറെ ഹോസ്റ്റലായിരുന്നു. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരേ റൂമിൽ കഴിയുന്ന സാഹചര്യം വന്നിരിക്കുന്നു. പാശ്ചാത്യ നാടുകളെ വാരി പുണർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നാൽ ഇതിന് അത്ഭുതം എന്താണെന്നോ, പാശ്ചാത്യ നാടുകൾ ഈ പ്രശ്നങ്ങൾ തലയിട്ട് അവർ ലഹരിക്കടിമയായി അവരുടെ അടുത്ത തലമുറ നശിച്ച് അങ്ങാടികൾ തോറും ലക്ക് കെട്ട് നടക്കുന്നൊരവസ്ഥയുണ്ടായി. അവസാനം അവരതിൽ നിന്നൊക്കെ മടങ്ങി വരാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ലിബറൽ സംസ്കാരത്തിൽ നിന്ന്, ഈ ഒരു അമിത സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന്, ലഹരിയിൽ നിന്ന് മടങ്ങാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വലിയ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് അങ്ങോട്ട് പോകുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു പിടിച്ചേ പറ്റൂ. അതിനുവേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ ബോധവൽക്കരിച്ചേ പറ്റൂ. എന്താ ഇന്ന് അവസ്ഥ ഓരോ കുടുംബത്തിലും? കേരളം സംസ്കാരമുള്ള നാടാണ്, സംസ്കൃതിയുള്ള നാടാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ആത്മഹത്യകളിൽ 40% നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളാകട്ടെ ഒറ്റക്കല്ല, കുടുംബത്തോടു കൂടിയുള്ള കൂട്ടക്കുരുതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കുടുംബാത്മഹത്യകൾ ഉണ്ടാകാനുള്ള കാരണം? സ്നേഹം കൊണ്ടാണ് സ്വന്തം മകനെ, സ്വന്തം മകളെ, സ്വന്തം ഭാര്യയെ കൊല്ലുന്നത്, ഐസ്ക്രീമിൽ വിഷം ചാലിച്ചു കൊടുക്കുന്നത്, ഗുളിക കൊടുക്കുന്നത്, ഫാനിൽ കെട്ടിത്തൂക്കുന്നത്. ദേഷ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. എന്താണ് ആ സ്നേഹം? തൻ്റെ കൊക്കിലൊതുങ്ങാത്ത ജീവിതം ഇന്ന് കേരളക്കാർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉള്ള വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ആർക്കും കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു വീടുണ്ടാക്കുക എന്നത് ഇന്ന് കേരളത്തിൽ വലിയൊരു ടാസ്ക്കാണ്. 10-20 വർഷം വിദേശത്ത് പോയി ആ മണലാരണ്യത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ചാൽ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കാൻ ആ പണം തികയില്ല. പിന്നെ ആ വീട്ടിൽ താമസിക്കണമെങ്കിൽ വീണ്ടും അദ്ദേഹം തിരിച്ചു പോകണം. അങ്ങനെയുള്ള ഒരു ഗതികേട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ എന്താ, തനിക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ വലിയ ആർഭാടത്തോടു കൂടിയുള്ള വീടുണ്ടാക്കുന്നു, ആർഭാടത്തിന്റെ വാഹനങ്ങൾ വാങ്ങുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്കൊരു സ്റ്റാറ്റസ് ഇല്ല എന്നൊരവസ്ഥ വരുന്നു. അപ്പൊ അതൊക്കെ കടം വാങ്ങുന്നു, ഉള്ള ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെക്കുന്നു. പലിശക്ക് പണം വാങ്ങാൻ, ബ്ലേഡിന് പണം വാങ്ങാൻ ഒരു പ്രയാസവുമില്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ വിദേശത്തോ മറ്റേതെങ്കിലും ഒരു ജോലി മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ മാസവും ഇത്ര അടച്ചു വീട്ടാമെന്നും കരുതി കടത്തിന് മേൽ കടം വാങ്ങിക്കൊണ്ട് ഈ ആർഭാടങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാർ ഒരുങ്ങുകയാണ്. അങ്ങനെ വലിയ വീടൊക്കെ ഉണ്ടാക്കി വലിയ ഹൗസ് വാമിംഗ് ഒക്കെ നടത്തി അത് താമസം തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോഴാണ് ജോലിക്ക് ചെറിയ പ്രയാസം വരുന്നത്, വിസ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കച്ചവടം പൂട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ കൊറോണ വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിന്നെ നിത്യ ചെലവിന് പോലും കാശില്ലാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ ബാങ്കിൽ കാശ് അടക്കാൻ കഴിയാത്ത അവസ്ഥ വരികയാണ്. അപ്പോൾ വട്ടിക്കാരൻ്റെ ഒക്കെ കാശ് വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവസാനം എല്ലാവരും വന്ന് വീട് വളയാണ്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കടം വാങ്ങിയ ആളുകൾ വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുറത്തത് പറയാൻ കഴിയില്ല. വലിയ അഭിമാനിയാണ്, വലിയ വീടുണ്ടാക്കിയവനാണ്, നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്തവനാണ്. ഇതൊക്കെ കടം വാങ്ങി ഉണ്ടാക്കിയതാണ്. നാട്ടുകാരറിഞ്ഞാൽ എന്തു തോന്നും? മനസ്സിൽ സംഘർഷമാണ്, ആരോടും പങ്കുവെക്കാൻ കഴിയുന്നില്ല. അവസാനം അതാ ഒരു രാത്രി അയാൾ തീരുമാനിക്കുന്നു, ഇനി മരിക്കുകയല്ലാതെ ഈ കോടികളുടെ കടം വീട്ടാൻ എന്നെ കൊണ്ട് മാത്രം കഴിയില്ല എന്ന് അയാൾ തീരുമാനിക്കുമ്പോൾ അവസാനം അയാൾ മരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. എന്താ, ഞാനെങ്ങാനും അങ്ങനെ ഒറ്റയ്ക്ക് മരിച്ചു പോയാൽ ഈ കടം മുഴുവൻ എൻ്റെ ഭാര്യയുടെ പേരിൽ വരും, എൻ്റെ ഭാര്യയുടെ പേരടിയിൽ വരും. അത് അദ്ദേഹത്തിന് ആലോചിക്കാൻ കഴിയുന്നില്ല. ഭാര്യയെ ബാങ്കുകാര് അന്വേഷിച്ചു വരുന്നത് അയാൾക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ തീരുമാനിക്കുന്ന ഭാര്യയും മരിക്കട്ടെ എന്ന്. അപ്പോഴാണ് വീണ്ടും ആലോചിക്കുന്നത്, ഞാനും ഭാര്യയും മരിച്ചാൽ എൻ്റെ പിഞ്ചോമന പൈതങ്ങൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരെ തേടിക്കൊണ്ടും ഇവർ വരും. അപ്പൊ ആ കുട്ടികൾ ഇത് ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ അവസാനം അവർ കുടുംബസമേതം തീരുമാനിക്കുകയാണ്, എന്നാൽ നമുക്ക് ഒന്നിച്ചു പോകാമെന്ന്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഓരോ ദിവസവും പത്രത്തിലൂടെ നമ്മൾ ഇന്ന് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കെടുതിയാണിത്. ഇതിന് ഒരറുതി വേണ്ട സഹോദരങ്ങളെ, ഒരറുതി വേണ്ടേ? എന്താണ് ഇതിനറുതി? എന്താണ് ജീവിതം എന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പലരും വിചാരിച്ചു വെച്ചത് എന്താണെന്നോ, ഈ ആത്മഹത്യക്ക് ആളുകൾ പറയുന്നൊരു ഇരട്ട പേരുണ്ട്. എന്താണ് ആ പേര്? ഫൈനൽ എക്സിറ്റ് എന്നാണ്, അവസാനത്തെ വഴി എന്നാണ്. എന്നാൽ മനസ്സിലാക്കുക,
ഈ ലോകമെന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാനുള്ള ഒരു ഇടത്താവളം മാത്രമാണ്. ഇതല്ല യഥാർത്ഥ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ പ്രോഗ്രാം ഇവിടെ വെച്ചത് എന്നാരെങ്കിലും അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ അവർക്കുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇതാ ഒരു വലിയ സത്യം നിങ്ങളോട് പറയുന്നു. ഈ ജീവിതം എന്ന് പറയുന്നത് ഒറ്റ ജീവിതമല്ല, നമുക്ക് രണ്ടാമതൊരു ജീവിതമുണ്ട്. ആ രണ്ടാമതുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ഇത് എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ ദിവസമാണ്. ഇത് പരീക്ഷാ ഹാളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരീക്ഷാ ഹാളിൽ കൃത്യമായ ഉത്തരം നമ്മൾ എഴുതിയാൽ നമുക്ക് അടുത്ത ജീവിതത്തിൽ അഥവാ പരലോക ജീവിതത്തിൽ സുഖസമൃദ്ധമായി അവിടെ ജീവിക്കാൻ കഴിയും. അതല്ലാതെ ഇവിടെ നമ്മൾ ഫൈനൽ എക്സിറ്റ് എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുമ്പോൾ വേഗം ആത്മഹത്യ ചെയ്താൽ പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്നാരും കരുതണ്ട. എന്താണ് അതിൻ്റെ കാഴ്ചപ്പാട്? ഒരാൾ മലയിൽ നിന്ന് ചാടിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ നാളെ പരലോകത്ത് നരകാഗ്നിയിൽ അയാൾ ചാടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഒരു മലയുടെ മുകളിൽ നിന്ന് തീയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അയാൾ ഒരിക്കലും മരിക്കുകയില്ല. ഒരാൾ വിഷം കഴിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നാളെ നരകാഗ്നിയിൽ ആ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അയാൾക്ക് മരണം സംഭവിക്കുകയില്ല. ഒരാൾ ഇരുമ്പിന്റെ കമ്പ് കൊണ്ട് സ്വന്തം വയറിന് കുത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നാളെ പരലോകത്ത് നരകത്തിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അയാൾ ഒരിക്കലും മരിക്കുകയില്ല, അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഒരു നാളാണ് നാളെ പരലോകം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആളുകൾ വിരിക്കും, പരലോകോ, മരിച്ചതിന് ശേഷം രണ്ടാമതൊരു ജീവിതോ, എന്ത് വിടുവായിത്താണ് ഈ പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ അങ്ങനെ കരുതേണ്ട. നമ്മളോ ആദ്യം ഉണ്ടായത് എവിടുന്ന ഒന്നാലോചിച്ചു നിങ്ങൾ? ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. ശുദ്ധ ശൂന്യതയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാം തോലുമാകിയ ശേഷം, ദ്രവിച്ചു പോയ ശേഷം അതിൽ നിന്ന് രണ്ടാമത് കൊണ്ടുവരാൻ നമ്മെ ആദ്യം സൃഷ്ടിച്ച സൃഷ്ടാവിന് ഒരു പ്രയാസവുമില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒറ്റ കാര്യം ഞാൻ പറയാം, ഞാൻ അധികം സംസാരിക്കണില്ല, ഇത് മാത്രം പറയുന്നുള്ളൂ. ഒറ്റ കാര്യം എന്താണ്? രണ്ടാമതൊരു ജീവിതമുണ്ട് എന്ന് നമ്മൾ പറയേണ്ട തെളിവ് എന്താണെന്നറിയോ? അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ലേ, അത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ലേ, ഞാൻ എന്തിനത് കേൾക്കണം, ഞാൻ എന്തിനത് വിശ്വസിക്കണം, പിന്നെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് സംഭവിക്കുമോ? ന്യായമായ സംശയങ്ങളാണ്. എന്താണ് അതിനുള്ള ഉത്തരം? വിശുദ്ധ ഖുർആൻ ഇത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ ലോകവുമായും മനുഷ്യന്റെ സൃഷ്ടിപ്പുമായും ഒക്കെ ബന്ധപ്പെട്ട് നൂറുകണക്കിന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇന്ന് സത്യമായി പുലർന്നിട്ടുണ്ട് എന്നതാണ് ഇതിനുള്ള മറുപടി. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു കുഞ്ഞ് അവൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന മറുപടി എന്താ അറിയോ? വൈദ്യശാസ്ത്ര ലോകത്തിൻ്റെ മറുപടി ഈ മൈക്കിലൂടെ ഇപ്പോൾ പറയാൻ പറ്റൂല. നിങ്ങൾ തല താഴ്ത്തി പോകും, ലജ്ജിച്ചു പോകും. അത്രമേൽ വഷളത്തരമുള്ള മറുപടിയാണ് പറഞ്ഞിരുന്നത്. എന്താ? സ്ത്രീകൾക്ക് മെൻസസ് സമയത്തുണ്ടാകുന്ന ബ്ലഡിൽ നിന്നാണ് മനുഷ്യക്കുഞ്ഞ് രൂപം കൊള്ളുന്നത് എന്നായിരുന്നു പണ്ടത്തെ വിശ്വാസം. വൈദ്യശാസ്ത്രത്തിന്റെ വിശ്വാസം അതായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയോ, വൈദ്യശാസ്ത്രം ഇന്ന് പുരോഗമിച്ച രീതിയിൽ പുരോഗമിക്കാത്ത ഒരു കാലത്ത്, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളില്ലാത്ത ഒരു കാലത്ത്, സ്കാനിങ് മെഷീൻ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാലത്ത്, കാട്ടറബികളായി നിരക്ഷരന്മാരായി ജീവിച്ച ആ മക്കയുടെ മണലാരണ്യത്തിൽ ജീവിച്ച, എഴുത്തും വായനയും അറിയാത്ത, ശാസ്ത്രമറിയാത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത വഹയ്യ്, ദിവ്യബോധനം, അതിൻ്റെ പേരാണ് ഖുർആൻ. ആ ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഒരു മനുഷ്യക്കുഞ്ഞ് എങ്ങനെയാണ് അതിൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നത് എന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞു കൊടുത്തു. അതറിയാൻ ഇന്ന് നിങ്ങൾ പോയിട്ട് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് ആ ഗർഭപാത്രത്തിൻ്റെ ഒരു കുഞ്ഞ് രൂപം കൊള്ളുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ആദ്യം എന്താ നമുക്ക് കാണാൻ പറ്റുക? ഒരു ഇന്ദ്രിയത്തുള്ളി ആ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞാൽ പിന്നെ അതൊരു രക്തക്കട്ടയായി മാറുന്നു. പിന്നെ അതിങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു അട്ടയെ പോലെ നമുക്ക് തോന്നും. പിന്നെ അത് കടിച്ച് ചമച്ച് തുപ്പിയ ഒരു മാംസകഷ്ണം പോലെ നമുക്ക് അനുഭവപ്പെടും. പിന്നെ എന്ത് ചെയ്യും? അതൊരു അസ്ഥിയായി രൂപാന്തരപ്പെടും. പിന്നെ കുറച്ചുകൂടെ ആഴ്ചകൾ കഴിഞ്ഞാൽ അത് മാംസം കൊണ്ട് ഇങ്ങനെ പൊതിയും. പിന്നെ അതൊരു മനുഷ്യൻ്റെ രൂപത്തിൽ, ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ ആ ഗർഭപാത്രത്തിൽ വളരും. അങ്ങനെ 9 മാസവും 10 ദിവസവും കഴിഞ്ഞ് അത് ഒരു മനുഷ്യ കുഞ്ഞായി പുറത്തേക്ക് വരും. ഇതാണ് അതിൻ്റെ ഓരോ ആഴ്ചയിലുള്ള ചിത്രം. നിങ്ങൾ ഓരോ ആഴ്ച അടിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ സ്കാനിങ്
മെഷീനിൽ നിന്ന് അതിൻ്റെ കളർ പ്രിൻ്റർ എടുത്ത് നോക്കിയാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. എന്നാൽ നിങ്ങൾക്കറിയോ, ഈ സ്കാനിങ് മെഷീനും ഒന്നും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാലത്ത് നിരക്ഷരനായ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ ലോകം കേട്ട ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്: ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ثم خلقنا النطفة. നുത്തുഫ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തുള്ളിയാണ്. നാം നിങ്ങളെ ഒരു ഇന്ദ്രിയത്തുള്ളിയായി സൃഷ്ടിച്ചു. പിന്നെ അലക്കത്തൻ, ഒരു മാംസപിണ്ഡമാക്കി. ഫഖലഖ്നൽ അലഖ, ആ മാംസപിണ്ഡത്തെ നാം പിന്നീട് മുളഅത്തൻ, അതാ ഒരു ആ മുളകയെ പിന്നീട് ഒരു അലക്കയെ മുളകയാക്കി മാറ്റി. ഫഖലഖ്നൽ മുളഅത ഖിലാമ, ആ കടിച്ചു ചവച്ച ആ മാംസ കഷ്ണത്തെ പിന്നീട് അസ്ഥിയുടെ രൂപത്തിലാക്കി. ഫകസൗനൽ ഇളാമ ലഹ്മാ, പിന്നീട് ആ അസ്ഥിയെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നെ ഒരു സൃഷ്ടിയായി അതിനെ രൂപാന്തരപ്പെടുത്തി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത്രയും നല്ല രീതി, ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു എത്ര അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു, ഇത്ര മനോഹരമായി സൃഷ്ടിച്ച നാഥൻ എന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് വിടാതെ കൃത്യമായി പറഞ്ഞു വെച്ചു. ഇന്ന് നമുക്കത് കൃത്യമായിട്ട് സത്യമെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഞാൻ ഒറ്റ എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ. ഈ വചനത്തിന്റെ തൊട്ടടുത്ത വചനം എന്താണെന്നറിയോ? അതുകൂടി കേൾക്കണം നമ്മൾ. ഹുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി കുറച്ചു കാലം നിങ്ങൾ ഇവിടെ ജീവിച്ച് നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു പ്രത്യേക സമയമാകുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും. നിങ്ങളെല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. സുമ്മ ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ ബഅദ ദാലിക, അതിനുശേഷം ലമയ്യിതൂൻ, മയ്യിത്തുകളാകും, അഥവാ നിങ്ങൾ ജീവച്ഛവങ്ങളായി മാറും, മരിച്ചു പോകും. ഈ നിൽക്കുന്ന, ഈ കസേരകളിൽ ഇരിക്കുന്ന, റോട്ടിൽ നിൽക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന വീടുകളിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയോ ഞാൻ ഈ ലോകത്ത് എന്നെന്നും ജീവിച്ചു കൊണ്ടിരിക്കുമെന്ന്? പറയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഹൃദയത്തെക്കുറിച്ച് പഠിച്ച, ഹൃദയ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർക്ക് പോലും തൻ്റെ ഹൃദയം എപ്പോൾ നിലച്ചു പോകുമെന്ന് ഉറപ്പ് പറയാൻ സാധ്യമല്ല സഹോദരങ്ങളെ. എത്ര ആളുകളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയത്? ഈ കഴിഞ്ഞ റമദാനിൽ 15 ദിവസവും കൃത്യമായി നോമ്പ് നോറ്റ ഒരു സഹോദരൻ, ഒരു 50 വയസ്സിന് താഴെയുള്ള സുഹൃത്താണ്. 15 ദിവസം നോമ്പ് നോറ്റ, ഒരു പ്രശ്നവും കണ്ടില്ല. പെട്ടെന്നൊരു ക്ഷീണം വന്നു, പ്രയാസം വന്നു, ശ്വാസതടസ്സം വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എക്സ്റേ എടുത്തു, MRI സ്കാൻ എടുത്തു. ഡോക്ടർ പറയുന്നു ലങ്സ് 40% നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴാ മനസ്സിലാകും. കുടുംബങ്ങൾ ചോദിച്ചു ഇനി എന്ത് ചെയ്യും? എത്രയും പണം മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, മാറ്റിവെക്കാൻ പറ്റുമോ? ഡോക്ടർമാർ പറയുന്നു എല്ലാ തിരികളും കഴിഞ്ഞു, എല്ലാ അവസരങ്ങളും കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ്. 48 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ആ സഹോദരന്റെ മയ്യത്താണ് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. സഹോദരങ്ങൾ, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മളെ അവസ്ഥ എന്താണെന്ന്. നമ്മുടെ ഉള്ളിൽ എന്താ അപ്പോഴേന്ന് അറിയൂ. മരിക്കുന്നുള്ള കാര്യത്തിലായിരിക്കും സംശയമുണ്ടോ? അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ, ഈ വാചനം അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ കണ്ടോത്തുപാറയിൽ ഇന്ന് ഞാൻ വരേണ്ടതില്ല, ഇവിടെ സ്പീക്കർ കെട്ടേണ്ടതില്ല, നിങ്ങൾ ആരും ഇവിടെ വന്നിരിക്കേണ്ടതില്ല, ഇപ്പോൾ നമ്മൾ നമസ്കരിച്ച പള്ളി ഉണ്ടാക്കേണ്ടിയിരുന്നില്ല, നമ്മൾ നമസ്കരിക്കേണ്ടിയിരുന്നില്ല, നമ്മൾ സത്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? സുമ്മ ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ യൗമൽ ഖിയാമത്തി തുബ്അതൂൻ, ഖിയാമത്ത് നാളിൽ പരലോകത്ത് നിങ്ങൾ രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. മരിച്ച അവസാനിക്കൂല, രണ്ടാമത് നിങ്ങൾ ജീവിച്ചു വരും. ഇതാ പ്രശ്നം. രണ്ടാമത് വരും. രണ്ടാമത് വരണ്ടേ? എന്തിനാ രണ്ടാമത് വരുന്നത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നിങ്ങൾക്കതിന് പ്രതിഫലം നൽകാൻ അതിനു വേണ്ടി ഒരുക്കി വെച്ചതാണ് പരലോകം എന്നാ. അതിന് കാരണം എന്താ അറിയോ? നമ്മളിവിടെ നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും അതിന് പൂർണ്ണമായ പ്രതിഫലം ഇവിടുന്ന് കിട്ടൂല, ആർക്കും കിട്ടൂല. ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇന്നിതാ ഫലസ്തീനിലെ കുട്ടികൾ 6 മാസം പിന്നിട്ടു ആ നരനായാട്ട് തുടങ്ങിയിട്ട്. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച
വണ്ടിയുടെ മുകളിലേക്കാണ് റോക്കറ്റ് ആക്രമണം വരുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിന്റെ ആ രോഗികൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. 10,000-കണക്കിന് ആളുകളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. നമ്മളൊക്കെ മനസ്സ് പറയുന്നില്ലേ, ആ കൊല്ലുന്ന മനുഷ്യന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന്? എന്ത് മാർഗം അവിടെ ഉള്ളത്? എന്ത് സൗകര്യമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ കാഴ്ച പരിമിതിയുള്ളവരില്ലേ, കേൾവി പരിമിതിയുള്ളവരില്ലേ, കാലുകൊണ്ട് നടക്കാൻ കഴിയാത്തവരില്ലേ, മാരകമായ രോഗം ബാധിച്ചവരില്ലേ, ഇവിടെ വിവാഹം നടക്കാത്ത ആളുകളില്ലേ? ഇവർക്കൊക്കെ ഒരു ജീവിതം എവിടെയാണ്? കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ നടക്കുമ്പോൾ ആ പാലത്തിന്റെ ചുവട്ടിൽ തന്റെ സ്വന്തം കുഞ്ഞുങ്ങളും ആറോട് ചേർത്തുകൊണ്ട് ഈ കൊടും തണുപ്പിലും ഈ കൊടും ചൂടിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരില്ലേ? നമ്മൾ AC യിൽ ജീവിക്കുമ്പോൾ അവര് നടുറോട്ടിലാണ് കിടന്നുറങ്ങുന്നത്. അവർക്കും ഒരു ജീവിതം വേണ്ടേ? നമ്മൾ പറയുന്നു വേണം. എവിടുന്ന് കിട്ടും? ഇതിന്റെ ഉത്തരമാണ് രണ്ടാമതൊരു ലോകം എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്ത നന്മക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന ഒരു നാളുണ്ട്, തിന്മക്കും പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന ഒരു നാളുണ്ട്. പെട്ടെന്നതാ അയൽവാസിയുടെ വീടിന് തീ പിടിച്ചു, ആർത്ത് കരഞ്ഞു. നമ്മൾ രാത്രി വേഗം ഇറങ്ങി ഓടി ചെന്ന് നോക്കുമ്പോൾ ആളി കത്തുകയാണ് വീടിന്റെ 4 ഭാഗവും. ഉള്ളിലേക്ക് നമ്മൾ ഓടിക്കയറി ഓരോരുത്തരെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു വെച്ചു. അവസാനം അത് ഒരു കരച്ചിൽ കേൾക്കുന്നു. ആ റൂമിനുള്ളിൽ നിന്ന് തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ കരച്ചിലാണ്. തീ അപ്പോഴേക്കും പടർന്നു കയറിയിട്ടുണ്ട്, പുക പടർന്നു കയറിയിട്ടുണ്ട്. പക്ഷെ അതുകൂടി ഭേദിച്ചുകൊണ്ട് ആ കുട്ടിയെ കൂടി സംരക്ഷിക്കണമെന്ന് വിചാരിച്ച് ആ മനുഷ്യൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് കുട്ടിയെ എടുത്ത് പുറത്തേക്ക് ഒരേറ് ആ കുട്ടിയെ അവർ പിടിച്ചു. പക്ഷെ ആ മനുഷ്യന് പുറത്തേക്ക് വരാൻ പറ്റിയില്ല. ആ വീട്ടിലുള്ള എല്ലാവരെയും രക്ഷിച്ച, അവസാനം ആ കുട്ടിയെ പോലും രക്ഷിച്ച ആ അയൽവാസി ആ തീയിൽ വെന്ത് അവിടെ കിടന്ന് മരിക്കുകയാണ്, കരിഞ്ഞു പോവുകയാണ്. ആ കുടുംബങ്ങൾക്കുള്ള വേദനകൾ ആലോചിച്ച് നോക്കി. എൻ്റെ ചോദ്യം എന്താണെന്നറിയോ? ഇയാൾ ചെയ്ത ഈ നന്മക്ക്, ഇത്രയും മനുഷ്യന്മാരെ ജീവൻ ആ സംരക്ഷിച്ച മനുഷ്യന് അതിനൊരു പ്രതിഫലം കൊടുക്കാൻ ഇവിടെ ആർക്ക് സാധിക്കും? ഏത് കോടതിക്ക് സാധിക്കും? ഏത് മനുഷ്യർക്ക് സാധിക്കും? അതിന്റെ ഉത്തരമാണ് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മരിച്ചതിന് ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട്. അവിടെയാണ് അതിന് കൃത്യമായി പ്രതിഫലം ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫമൻ സുഹ്സിയ അനിന്നാർ, അവിടെ ഒരു നരകമുണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തതാരോ ഫഖദ് ഫാസ്, അവനാകുന്നു യഥാർത്ഥത്തിലുള്ള വിജയി. നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിൽ വിജയികളാകലുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥ വിജയമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ജൂൺ 4-ാം തീയതി ആകുമ്പോൾ അതിന്റെ റിസൾട്ട് വരും. അത് വിജയമാണ്. പക്ഷെ അതല്ല യഥാർത്ഥ വിജയമെന്ന് പറയുന്നത്. ആ വിജയം കാണാൻ എത്ര സ്ഥാനാർത്ഥികൾ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ ഒന്നാമതായി വോട്ട് ചെയ്ത ഒരു മനുഷ്യൻ ഉച്ചയായപ്പോഴേക്കും കുഴഞ്ഞു വീണ് മരിച്ചത് പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. അതുപോലെ നമ്മൾ ഇവിടെ ഒരുപാട് സ്ഥാനാർത്ഥികൾ ജയിച്ച് അവസാനം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത് എന്താ? ആ റിസൾട്ട് കാണാൻ പലപ്പോഴും അവരുണ്ടാകാറില്ല. അപ്പൊ ഇതൊന്നുമല്ല ശാശ്വതമായ വിജയം. യഥാർത്ഥ വിജയം നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്നവർക്കാണ് വിജയം. ആ സ്വർഗം കിട്ടാതിരിക്കുക. ഇത് ഈ ദുനിയാവെന്ന് പറയുന്നത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ഇവിടെ അച്ചടക്കത്തോടു കൂടി ജീവിച്ചവൻ. ആർക്കും അച്ചടക്കം ഉണ്ടാകുക? എങ്ങനെ അച്ചടക്കം ഉണ്ടാകുക? ഇപ്പം ഇത് അവിടെ അടുത്തുള്ള കടകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പിന്നെ CCTV ക്യാമറകൾ ഉണ്ടാവും. എന്തിനാ ക്യാമറ? അച്ചടക്കം ഉണ്ടാകാനാണ്. ഇത് CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടാവും. എന്തിനാ? ഇവിടെ കയറിയാൽ എന്തെങ്കിലും മോഷ്ടിച്ചാൽ നിങ്ങളെ പിടിക്കപ്പെടും അല്ലേ? ഗതാഗതം നിയന്ത്രിക്കാൻ നിരീക്ഷണ ക്യാമറകളാണ്. അപ്പോൾ ആളുകൾ വേഗത കുറക്കും, എവിടെയും അതാണ്. എന്നാൽ ഇതിനൊക്കെ പരിമിതിയുണ്ട്, ഇതൊക്കെ കേടുവന്നയാം അല്ലേ? എന്നാൽ ഒരു പരിമിതിയുമില്ലാതെ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്രഷ്ടാവുണ്ട്. അതാണ് നമ്മളെ പടച്ചവൻ. അത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനി എല്ലാവരെയും പടച്ചത് ഒറ്റ ദൈവമാണ്, ഒറ്റ അള്ളയാണ്. അതിന് അറബിയിൽ നമ്മൾ അള്ളാഹു എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. സാക്ഷാൽ ആരാധ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ആരാധനകളും കൊടുക്കാൻ അർഹതപ്പെട്ടവൻ, ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ, ഈ മനുഷ്യ ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ. അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഒരു മനുഷ്യനുണ്ടായാൽ പിന്നെ ഒരു CCTV ക്യാമറയൊന്നും വേണ്ട. പിന്നെ അവൻ മോഷ്ടിക്കുകയില്ല, അവൻ വ്യഭിചരിക്കുകയില്ല, അവൻ ലഹരിക്കടിമയാവുകയില്ല, അവൻ വർഗീയവാദിയാവുകയില്ല, അവൻ ബസ് സ്റ്റാൻഡിൽ പോയി ചാവേറായി പൊട്ടിത്തെറിക്കുകയില്ല, അവൻ കഴുത്തെറുത്ത് കൊല്ലുകയില്ല, അവൻ ഒരിക്കലും മോഷ്ടിക്കുകയില്ല, ഒരിക്കലും തന്നെ നാട്ടുകാരുമായി ശണ്ട കൂടുകയില്ല. അവൻ പടച്ചതമ്പുരാനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടേ ജീവിക്കുക. കാരണം ആ ഏത് കോടതി എന്നെ വെറുതെ വിട്ടാലും
ഞാനൊരു കോടതി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. രണ്ടാമത് നാളെ പരലോകത്ത് വരുമ്പോൾ ഞാൻ വിചാരണ ചെയ്യപ്പെടും എന്നൊരു ഓർമ്മയുണ്ടാകുമ്പോൾ അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് മനുഷ്യനുണ്ടാകേണ്ട ബോധം, ഈ ദൈവബോധം, ഈ ബോധം. അതോടൊപ്പം തന്നെ രണ്ടാമത് ഇതിന് ശിക്ഷ കിട്ടുന്ന ഒരു നാളുണ്ട് എന്നുള്ള ചിന്ത. ഇതാണ് പരലോകം. അപ്പൊ ഈ ദൈവവിശ്വാസവും പരലോകം, ഈ ബോധമാണ് മനുഷ്യന്മാരെ നന്നാക്കുള്ളൂ. അതിനെന്ത് വേണം? അവിടെ നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ പ്രധാനമായ ആ ദൈവം നമ്മളോട് പറയുന്നത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നാണ്. നിങ്ങൾ മുസ്ലിമിന്റെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല, നിങ്ങൾ ഹിന്ദുവിന്റെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല, നിങ്ങൾ ക്രിസ്ത്യാനിയുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല. നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ അച്ഛനെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുത്തച്ഛനെ ആരാണോ സൃഷ്ടിച്ചത്, അതിനു മുമ്പുള്ളവരെ ആരാണോ സൃഷ്ടിച്ചത്, ഈ കടലിനെ സൃഷ്ടിച്ചതാരാണോ, ഈ ആകാശത്തെ സൃഷ്ടിച്ചതാരാണോ, അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ചതാരാണോ, ഈ കൃമി കീടങ്ങളെ സൃഷ്ടിച്ചതാരാണോ, ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇത് വർഗീയതയില്ലാത്ത വിശ്വാസമാണ്, ഇത് വിഭാഗീയതയില്ലാത്ത വിശ്വാസമാണ്, ഇത് സ്നേഹത്തിന്റെ വിശ്വാസമാണ്. അല്ലാതെ ഞാനിവിടെ നിന്നിട്ട് നിങ്ങൾ ഞങ്ങളെ മതത്തിന്റെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് മനുഷ്യന്മാർ ആരാധിക്കേണ്ടത്, മനുഷ്യന്മാരെയല്ല, മരിച്ചു പോയവരെയല്ല, കബറിൽ കിടക്കുന്നവരെയല്ല, കല്ലുകളെയല്ല, മറ്റുള്ള മൂർത്തികളെയല്ല. അതൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. നിങ്ങൾ ആരാധിക്കേണ്ടത് ആ മൂർത്തികളെയും കല്ലിനെയും സിമെന്റിനെയും മണലിനെയും മനുഷ്യരെയും നമ്മൾ അവിടെ ആൾ ദൈവങ്ങളായി ആരൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടോ അവരെയൊക്കെ സൃഷ്ടിച്ചവരെ ഒരു നാഥനുണ്ട്, അവനെയാണ് എല്ലാവരും ആരാധിക്കേണ്ടത്. അപ്പോൾ മനുഷ്യന്മാർക്കിടയിൽ ഐക്യം ഉണ്ടാവും. അതാണ് ഏകദൈവ വിശ്വാസം മനുഷ്യരെ ഐക്യപ്പെടുത്തുമെന്ന് പറയാനുള്ള കാരണം. ഇത് ഏകതയുടെ ഐക്യത്തിന്റെ സന്ദേശമാണ് സുഹൃത്തുക്കളെ. അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അത് ജാതി നോക്കി വർഗം നോക്കി അതിൽ കോംപ്രമൈസ് വരുത്താൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഒരു മുസ്ലിമാണ് വിചാരിക്കുക, അയാളുടെ ഒരു കബറിന്റെ അടുക്കൽ പോയി ആ കബറാളിയോട് എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, ശരിയല്ല. കാരണം എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഏതൊരു കാര്യവും നമ്മൾ ചോദിക്കേണ്ടത് സൃഷ്ടാവിനോട് മാത്രമാണ്. എന്താ ഈ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ? ഏതൊരു വിഷയത്തിനും അത് വ്യക്തമാണ്. ഒരു കുട്ടി വീടിൻ്റെ ഉമ്മറത്ത് മുട്ടുകുത്തി ഇങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്, ഉമ്മ അപ്പുറത്ത് മുറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുട്ടി പോയിട്ട് ആൾമറയില്ലാത്ത ഒരു കിണറിൻ്റെ അവിടെ പോയി കാലതിലേക്ക് തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പേടിച്ചു. ഉമ്മ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, എന്ത് ബഷീറേ, കുട്ടിയെ പിടിക്കേന്ന് പറഞ്ഞു. അപ്പോൾ ബഷീർ അതിൻ്റെ ഉള്ളിലുണ്ട്. ബഷീർ ഓടി വന്നു, കുട്ടിയെ പിടിച്ചു, രക്ഷപ്പെടുത്തി. ഈ വിളി പ്രാർത്ഥനയല്ല, ആരാധനയല്ല. കാരണം എന്താ? അവിടെ കാര്യവും കാരണവും ഉണ്ട്. എന്താ കാര്യം? കുട്ടി അവിടെ ഉണ്ട്, ബഷീറും അവിടെ ഉണ്ട്. എന്താ കാരണം? ഈ ഉമ്മ വിളിച്ചാൽ ബഷീർ കേൾക്കും, ബഷീർ അവിടെ വന്ന് ആ കുട്ടിനെ രക്ഷിക്കും. ഇതാണ് അതിൻ്റെ കാര്യകാരണ ബന്ധം. എന്നാൽ ഈ ഉമ്മ വിളിക്കുകയാണെന്ത്? ബദരീങ്ങളെ എൻ്റെ കുട്ടിനെ കാക്കണേ. അവിടെ കാര്യവുമില്ല, കാരണവുമല്ല, കാര്യകാരണ ബന്ധമല്ല. എന്താ വിഷയം? ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദറിൽ ശുഹദാക്കളായ മരണപ്പെട്ടു പോയവരാണ്, ഷഹീദുകളായവരാണ്. അവരൊരിക്കലും തന്നെ ആ വിളി കേൾക്കുകയില്ല. അത് കാര്യമല്ല, കാരണമല്ലേ അവിടെ. അവരവിടെ നിന്ന് കയറി വന്ന് സഹായിക്കൂല. പിന്നെ എങ്ങനെ? അതെന്തോ ഒരു അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായൊരു വഴിയിലൂടെ അവർക്ക് അതറിയാൻ കഴിയും. അതിന് അള്ളാഹ് അവർക്കൊരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്ന ആൾക്കാർ. ആ വിശ്വാസമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അത് ശിർക്കാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു കാരണവുമില്ലാതെ എവിടെ നിന്നും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മളെ സഹായിക്കാനും നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഇവിടെ ഒരാൾക്കും കഴിയില്ല, ഒരു സൃഷ്ടിക്കും കഴിയില്ല. മുഹിയദ്ദീൻ ശൈഖിന് കഴിയില്ല, ബദരീങ്ങൾക്ക് കഴിയില്ല, മരിച്ചുപോയ ആളുകൾക്ക് കഴിയില്ല, ആൾ ദൈവങ്ങൾക്ക് കഴിയില്ല, മലക്കിന് കഴിയില്ല, ജിന്നിന് കഴിയില്ല, ഒരാൾക്കും അതിന് കഴിയില്ല. അള്ളാഹ്ക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഇതാണ് യഥാർത്ഥ ഏകദൈവ വിശ്വാസം. ഇതിനാണ് അറബിയിൽ തൗഹീദ് എന്ന് പറയുക. ഇതാണ് നമുക്കിവിടെ പറയാനുള്ള ആശയം. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് ആര് പ്രാർത്ഥിച്ചാലും, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, മരിച്ചുപോയവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അതെല്ലാം ശിർക്കാണ്, കുഫറാണ്. യാതൊരു തർക്കം ആ കാര്യത്തിൽ വേണ്ടതില്ല. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, ഇതാണ് നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം. ഈ ഒരു ബോധം,
ഇതാണ് ഈ വിഷയം പറയാൻ തന്നെയാണ് ഇവിടെ ഈ പരിപാടി വെച്ചത്. അപ്പോൾ ഒന്ന് നമുക്ക് പറയാനുള്ളത്, നമ്മളെ പടച്ചോൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ അള്ളാഹിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നമ്മൾ മരിച്ച രണ്ടാമതൊരു ജീവിതമുണ്ട്, പരലോകമുണ്ട്. അവിടെ സ്വർഗമുണ്ട്, നരകം. നമുക്ക് ആ സ്വർഗത്ത് പോകണം. അതിനിവിടെ കച്ചറയും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. സത്യം മനസ്സിലാക്കിയേ പറ്റൂ. അള്ളാഹിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസം മുസ്ലിം സമുദായം അംഗീകരിച്ചു കഴിഞ്ഞാൽ സമുദായത്തിൽ ഒരുപാട് രക്ഷ ഉണ്ടാവും. പക്ഷെ അതിന് പകരം ഖേദകരെന്ന് പറയട്ടെ, എന്താ, ഇവിടെ കോഴിക്കോട് അടുത്തടുത്തിലെ മടവൂർ എന്നാണ് സ്ഥലം. ഈ മടവൂരിൽ അന്തി ഉറങ്ങുന്ന CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ വരെ അദ്ദേഹത്തിന് തടഞ്ഞു നിർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. നഊദു ബില്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയത് ശരിയാവുക? ഇതൊന്നും ശരിയല്ല. അപ്പം ഇത് പറയുമ്പോൾ പറയും, നിങ്ങൾ സമുദായത്തിനെ കുറ്റം പറയണത് എന്തിനാ ഈ സുന്നി മുജാഹിദിനെ തർക്കം പറയണത്? സഹോദരങ്ങളെ, ഇത് തെറ്റാണ് എന്ന് പറയുന്നത് ദേഷ്യം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ടാണ്. ഇത് തിരുത്തണമെന്നാണ് പറയുന്നത്. അവരാരും അനാദരിക്കല്ല. മഹാന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷേ അവരോട് അള്ളാഹിനോട് ചോദിക്കണം, അവരോട് ചോദിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടില്ല. അത് നമ്മളെ ദുർവ്യാഖ്യാനമാണ്. അത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഇതേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് സമുദായത്തിൽ ഉണ്ടാകണം. അപ്പോഴേ സമുദായത്തിന് അള്ളാഹുവിന്റെ രക്ഷ കിട്ടുള്ളൂ. അതാണ് എനിക്ക് മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഒരു പുത്തൻ ആശയമല്ല. ആരെങ്കിലും ഈ സമയത്ത് പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരാശയമല്ല. മുജാഹിദുകൾ ആരാണെന്ന് മനസ്സിലാക്കാൻ മുജാഹിദ് എന്ന ആ പ്രസ്ഥാനത്തിനിട്ട പേര് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. എന്നാൽ മുജാഹിദ് എന്ന് പറഞ്ഞാൽ തെറ്റിനോട് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പ്രതികരിക്കുന്നവന്റെ പേരാണ് മുജാഹിദ് എന്ന് പറയുന്നത്. ഒരു തെറ്റ് കണ്ടാൽ അത് കൈകൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ അവൻ മുജാഹിദാണ്. അവൻ അതിനുകൊണ്ട് കഴിയില്ല എങ്കിൽ അവൻ്റെ വാക്കുകൊണ്ട് അതിനെ തടുക്കാൻ കഴിയണം. അതിനും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കാൻ കഴിയണം. അവനെയാണ് മുജാഹിദ് എന്ന് പറയുക. അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് നമ്മൾ പേര് വിളിക്കാറുണ്ട്. എന്താ അത് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാലശേഷം ഇതാ ഈ മതത്തിൽ പുതിയ കുറെ കാര്യങ്ങൾ വന്നു ചേരും. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഉദു കമാ ബദ ഫതൂബാ ലിൽ ഉറബാ. ഇസ്ലാമു ഗരീബ, അത് പിന്നെ വല്ലാത്തൊരവസ്ഥ, അതിൻ്റെ തുടക്കം ഗരീബായ അവസ്ഥയാണ്, അപരിചിതമായ അവസ്ഥയാണ്. അതിലേക്ക് തന്നെ അത് മടങ്ങിപ്പോകും. അന്ന് ആ അപരിചിതർക്കാകുന്നു മംഗളം. ആരാ അപരിചിതർ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി. എൻ്റെ സുന്നത്തിനെ നശിപ്പിച്ചത് അതിനെ നന്നാക്കിയെടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അവരാണ് ഇസ്ലാഹികൾ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പേര് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പേര് വരാനുള്ള കാരണം. അതേപോലെ തന്നെ നമുക്കറിയാം, ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സലഫികൾ. എന്താ സലഫി എന്ന് പറഞ്ഞാൽ? മുൻഗാമികളുടെ മാർഗം അതേപോലെ സ്വീകരിക്കുന്നവർ എന്നതാണ് സലഫുകളുടെ മാർഗം. അതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് സലഫികളുടെ മാർഗം, സലഫി പ്രസ്ഥാനം, സലഫി മദ്രസ എന്ന് നമുക്ക് പേര് വിളിക്കാൻ കാരണം. അങ്ങനെ ഓരോ പേരിലും അതിൻ്റെ ആദർശം പ്രധാനമാണ്. അതുപോലെ തന്നെ അൽ ഹിക്മ. എന്താ അൽ ഹിക്മ എന്ന് പറഞ്ഞാൽ? തത്വം, ജ്ഞാനം, പ്രമാണം എന്നൊക്കെയാണ്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? വിസ്ഡം എന്നാണ് പറയാ. വിസ്ഡം എന്നാണ് പറയാ. അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സംഘടന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ ഹിക്മത്തോടുകൂടി അഥവാ പ്രാമാണികമായ യുക്തിയോടുകൂടി നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കണം. ആ അർത്ഥം വെച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ പ്രമാണം ഖുർആനാണ്, സുന്നത്താണ്. അത് സച്ചരിതരായ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ സ്വീകരിച്ചാചരിക്കണം എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ സംഘടന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേര് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനമെന്നും ഇസ്ലാഹി പ്രസ്ഥാനമെന്നും സലഫികളെന്നും അതുപോലെ തന്നെ അൽ ഹിക്മ, ജംഇയ്യത്തുൽ ഹിക്മ എന്നും ഒക്കെ പേര് വിളിക്കുന്നത് ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയും ചോദിക്കും, എന്നാൽ നിങ്ങൾ വിസ്ഡം നിറഞ്ഞ് വേറെ സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കേണ്ട കാര്യം എന്താ? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ ഉണ്ടല്ലോ, ഒന്നിച്ചു പോയിക്കൂടെ? നമുക്ക് ഒന്നിച്ചു പോകാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ചില വാശികളുണ്ട്. എന്താണ് ആ വാശി? ഒന്ന്, തൗഹീദ് അട്ടിമറിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. മുജാഹിദ് പ്രസ്ഥാനം സമ്മതിക്കില്ല. എന്താ അട്ടിമറി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം വെച്ച് പുലർത്തിയ ആശയം എന്താ അറിയോ? കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്ത് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നാണ്. അഭൗതികമായ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം. പക്ഷെ അതാണ് കെ മൗലവി പഠിപ്പിച്ചത്, അതാണ് ഇ കെ മൗലവി പഠിപ്പിച്ചത്, അതാണ് ഉമർ മൗലവി പഠിപ്പിച്ചത്, അതാണ് അമാനി മൗലവി എഴുതിയത്, അതാണ് നമ്മുടെ ദീർഘകാല പണ്ഡിതന്മാരൊക്കെ പ്രചരിപ്പിച്ചത്. എന്നാൽ ഈ അടുത്ത് നമ്മൾ കേൾക്കുന്നത് എന്താ?
അഭൗതികമായ മാർഗം എന്ന് പറയുന്നത്, ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറയുന്നത് അല്ല മാത്രമൊന്നല്ല, അതിൽ ജിന്നുപോടും അതുപോലെ മലക്കുപോടും അവരൊക്കെ ആ മാർഗത്തിലൂടെയാണ് എന്നാണ്. ആ വിശ്വാസം വെച്ചത് പുലർത്തിക്കൊണ്ടാണ് പല ഹദീസുകളും പലർക്ക് തള്ളേണ്ടി വന്നത്. ഒരുപാട് ഹദീസുകൾ. നേരത്തെ ഈ പറഞ്ഞ വിവാദവുമായി ബന്ധപ്പെട്ട ഏത് ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്നു നിങ്ങൾ? സംസം വെള്ളവുമായി ബന്ധപ്പെട്ട ഹദീസ്, അതുപോലെ തന്നെ ജിന്നുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇതൊക്കെ സ്വഹീഹായ ഹദീസുകൾ പോലും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് പിശാച് മനുഷ്യരിൽ ഇടപെടുന്നത് അഭൗതിക മാർഗത്തിലൂടെയാണ് എന്ന് വിശ്വസിച്ച് വെച്ചതുകൊണ്ടാണ്. അഭൗതിക മാർഗത്തെ അള്ളാഹ്ക്ക് മാത്രമേ ബന്ധപ്പെടാൻ കഴിയുള്ളൂ. മറ്റതൊക്കെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. വളരെ സിമ്പിളാണ് ഈ വിഷയം. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം വെച്ച് പുലർത്തിയ ആശയം അട്ടിമറിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, നമ്മൾ KM മൗലവി പഠിപ്പിച്ച, അതുപോലെ തന്നെ കുഞ്ഞീദ് മൗലവി പഠിപ്പിച്ച, അതിന് മുൻഗാമികളായ പ്രവാചകന്മാർ മുതൽ സഹാബത്ത് മുതൽ പഠിപ്പിച്ച ആ തൗഹീദിൽ ഉറച്ചു നിൽക്കണം എന്നാണ് നമുക്ക് പറയാം. അതൊരു വാശിയാണ്. ആ വാശി നമ്മൾ മാറ്റൂല. തൗഹീദ് മാറ്റാൻ ഒരു കാരണവശാലും നമുക്ക് കഴിയില്ല. അതുപോലെ ഹദീസുകൾ നിഷേധിക്കാൻ ഒരു കാരണവശാലും നമുക്ക് സാധ്യമല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഹദീസ് നമുക്ക് എടുത്തേ പറ്റൂ. അത് സംസം വെള്ളത്തിൻ്റെ ആണെങ്കിലും, അജ്വാ കാരക്കയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, സിറാത്ത് പാലവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, ഏത് വിഷയത്തിലാണെങ്കിലും സ്വഹീഹായ ഹദീസാണോ അത് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ നമുക്ക് വാശിയുണ്ട്. മൻഹജിൽ വ്യത്യസ്ത നിലപാടുള്ളവർക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല. എങ്ങനെ? ഒരു ഹദീസിൽ ആ ഹദീസ് എടുക്കാന്ന് പറയാം, ചില ആൾക്കാർ പറയാം ഹദീസ് എടുക്കാൻ പാടില്ല എന്ന് പറയാം. അവരെങ്ങനെ രണ്ടു കൂട്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം? അത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കഴിയില്ല, പക്ഷെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഐക്യപ്പെട്ടു. ആ ഐക്യപ്പെട്ടതിന് ശേഷം പല മഹല്ലുകളിലും കാണുന്ന കാര്യം എന്താ? ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, ഒന്നിച്ച് പോകാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു കൂട്ടർ ക്ലാസ് എടുക്കുമ്പോൾ വേറൊരു കൂട്ടർ കേൾക്കൂല, അവർ ക്ലാസ് എടുക്കുമ്പോൾ ഇവർ കേൾക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാത്ത അവസ്ഥ വരും. അവസാനം എന്താ സംഭവിക്കുക? മഹല്ലിലൊരു പരിപാടി നടക്കൂല, ഒരു വയൽ നടക്കൂല, മര്യാദക്ക് ഒരു ഖുർആൻ ക്ലാസ് നടക്കൂല. അത് ആരെ ബാധിക്കുക? നമ്മുടെ കുട്ടികളെ ബാധിക്കും, നമ്മുടെ മക്കളെ ബാധിക്കും. നമ്മളെ കുട്ടികൾ ഒളിച്ചോടാൻ തുടങ്ങും, നമ്മളെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, അവർ അധാർമിക മാർഗത്തിലേക്ക് പോകും, അവർ ലഹരിയിലേക്ക് പോകും, അവസാനം ശിർക്കിലും ഖുറാഫാത്തിലേക്കും പോകും. അതൊക്കെ സംഭവിക്കണം എന്താ? ഈ പ്രവർത്തനം ഇവിടെ നിലച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അത് നിലച്ചു പോകാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. നമ്മൾ പ്രാമാണികമായ നിലപാടിൽ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു പ്രസംഗം കൂടി ഇവിടെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 10 മണിയോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കും. ഇതിൻ്റെ പൂർത്തീകരണം എന്ന നിലക്ക് ഷാഫി സ്വലാഹി നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് ഒരു മാറ്റവും ആദർശത്തിൽ വരുത്തേണ്ടതില്ല. നമ്മൾ ജീർണതക്കും തീവ്രതക്കും മധ്യയാണ്. നമുക്ക് ഇവിടെ വസതിയായൊരു നിലപാടിലൂടെയാണ് നമുക്കിവിടെ മുന്നോട്ട് പോകേണ്ടത്. ആ സൗഹാർദ്ദ അന്തരീക്ഷം നമുക്ക് നിലനിർത്തണം. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസ് പോലും നിഷേധിക്കുന്ന ഒരു പ്രവണത സഹോദരങ്ങളെ വരരുത്. നമ്മൾ നാളെ നമ്മളെ ഖബറിക്കാണ് പോവുക. അവിടെ നമ്മൾ ഒറ്റക്കാണ് വിചാരണ നേരിടേണ്ടി വരിക. ഞങ്ങളെ മഹല്ലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ പോകുകയായിരുന്നു, അതുകൊണ്ട് ഞാനത് കണ്ണടച്ചു. ആ ഹദീസ് അംഗീകരിക്കണോ അംഗീകരിച്ചോട്ടെ, അംഗീകരിക്കാത്തോ അംഗീകരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഇവിടെ ജീവിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു സുന്നി മുജാഹിദായത്? അവിടെ തന്നെ എന്നാൽ മതിയിരുന്നല്ലോ. അവർക്കിടയിലും അവർ തന്നെയുള്ള വിഷയം. സാധാരണ മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും വെച്ചാൽ ഇവിടെയുള്ള യാഥാസ്ഥിക വിഭാഗം പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വെക്കുകയാണ്. അത് കുഴപ്പമുണ്ടാക്കല്ല, അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് കുഴപ്പമല്ല. നമുക്ക് ഐക്യമെന്ന് പറയുന്നത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെടണം. നമുക്ക് ഐക്യത്തിന് എതിരല്ല, അനുകൂലമാണ്. പ്രമാണത്തിലുള്ളതിനനുസരിച്ച് അത് ഐക്യപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമ്മൾ ഐക്യപ്പെടുകയാണെന്ന് പറഞ്ഞ് കോഴിക്കോട് ഐക്യപ്പെട്ടു. ആ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടും ഭിന്നിച്ചു. നമ്മളാ പറഞ്ഞത് സത്യമായിരുന്നു. ഇപ്പോഴും എന്താ സംഭവിക്കുന്നത്? പല മഹല്ലുകളിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ഈ കച്ചറക്കും പ്രശ്നത്തിനൊന്നും നിൽക്കാതെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച പ്രവാചകന്മാരും സഹാബത്തും നമ്മുടെ മുൻഗാമികൾ എന്താണോ ഇവിടെ എഴുതി വെച്ചത്, പഠിച്ചത്, ആ പുസ്തകം ഒന്നും മാറ്റേണ്ട ആവശ്യം നമുക്കില്ല. ഒരു മാറ്റം ഇവിടെ വരുത്തേണ്ട കാര്യമില്ല. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ആരെയും കുറ്റം പറയുക, ചീത്ത പറയുക എന്നുള്ളത് നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. എനിക്കിവിടുത്തെ പ്രവർത്തകരോട് പറയാനുള്ളത്, ശക്തമായി നമ്മളെ മരണം വരെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. മരണത്തിന് മുമ്പ് നാം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നത് ഇൻഷാ അല്ലാഹ് ഷാഫി സ്വലാഹി സൂചിപ്പിക്കും. അല്പസമയം കൂടിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഏറ്റവും ഹൈറും ബറക്കത്തും നിറയുന്ന നല്ലൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീം.